ഇതെവിടെയാണെന്ന് അറിയണ്ടേ? ഇതാണ് മെഹിക്കോ, മെക്സിക്കോയിലെ സ്ഥലമായ കൊസുമൽ. ഈ കാണുന്നത് ഒരു തകർപ്പൻ അഡ്വഞ്ചറിലോട്ട് പോകാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. കാണാൻ പോകുന്ന പൂരം എന്തിനാലേ പറയുന്നേ? പോകുന്ന വഴിക്കാണ് നമുക്ക് കുറേ ബീച്ച് ഹൗസ്, ഡോൾഫിൻ ക്ലബ്സ് ഒക്കെ കാണാം. ഭയങ്കര ഒരു സിനിക് വ്യൂ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കാണുന്നത്. ഞങ്ങളുടെ കമ്പനീൻ്റെ തന്നെ വേറെ ഒരു ഷിപ്പ് അവിടെ കിടക്കുന്നു, ദ ഓയസിസ് ഓഫ് ദ സീസ്. ദേ എത്തി. ഇതാണ് അറ്റ്ലാന്റിസ് സബ്മെറിൻ. എന്നാൽ പിന്നെ പോയാലോ? നമ്മളെ ഒരു 100 feet വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോകും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ്മെറിൻ. ഈ കാണുന്ന പോലെ നേരെ ഒരു ബോട്ടിലോട്ട് കയറ്റി സബ്മെറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ട് വന്നതും ഞാൻ ഓടിച്ചാടി കയറിയിരുന്നു. പിന്നെ നമുക്കൊരു സേഫ്റ്റി ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മളെ സബ്മെറിനുള്ള സ്പോട്ടിലോട്ട് കൊണ്ടുപോകും. നോക്കിയിരുന്നത് ഇപ്പം പൊങ്ങി വരും. ദാ വരുന്ന കണ്ടോ, അതാണ് സബ്മെറിൻ. കൊള്ളാലേ പരിപാടി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോട്ട് സബ്മറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അത് നമ്മളുടെ ബോട്ടായിട്ട് ടൈ ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഗസ്റ്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയതും ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. സെൻറ്ററിലായിട്ട് സീറ്റിങ്സും പിന്നെ കുറേ പോർട്ട് ഹോൾസും. അങ്ങനെ സബ്മറിൻ പതുക്കെ വെള്ളത്തിലൂടെ താഴാൻ തുടങ്ങി. നമ്മുടെ ഫൈൻഡിങ് നീ പോലെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബേബി ഷാർക്കിനെയൊക്കെ കണ്ടു. ഇതേ കണ്ടില്ലേ? അത് തന്നെ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെങ്ങാണ്ട് മുങ്ങിയ ഒരു ഷിപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ടൈറ്റാനിക് മൂവി ഓർമ്മ വന്നു. ഈ ഒരു അണ്ടർ വാട്ടർ വേൾഡ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ 115 feet വരെ താഴത്തോട്ട് മാക്സിമം കൊണ്ടുപോകാൻ നോക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വെള്ളത്തിൻ്റെ മുകളിലോട്ട് വന്നു. ഈ കാണുന്ന സ്റ്റേഴ്സിൽ കൂടിയാണ് നമ്മൾ സബ്മറിനെ എക്സിറ്റ് ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റേഴ്സ് തന്നെയാണ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ഉണ്ട് അവരുടേതായ ലോകം. അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ?